അടിച്ചു കയറിപ്പോ ശനി ഞായർ ദിവസങ്ങളിൽ വൈകുന്നേരം 6 മണിക്ക്. അങ്കിളെ, ഞാൻ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മതി, അത് ഞാൻ ചെയ്തു തന്നുകൊണ്ടേയിരിക്കും. വിജയിച്ചു എന്ന സന്തോഷത്തിൽ നമ്മൾ മതിമറന്നു പോകരുതെന്നാണ് ഞാൻ പറഞ്ഞത്. കൃത്യമായി ഫോളോ ചെയ്യണം. ഇപ്പൊ അവൻ എവിടെയുണ്ടെന്ന് കണ്ടുപിടിക്കണം. ഓരോ ചലനവും ഓരോ നീക്കവും മണത്തറിഞ്ഞ് തടസ്സങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കണം. ആ കാര്യം അങ്കിൾ എനിക്ക് വിട്ടേക്ക്, ഞാൻ അവരുടെ പുറകെ തന്നെ ഉണ്ടാവും. പിന്നെ എനിക്കൊരു വിശ്വാസമുണ്ട്, രണ്ടെണ്ണവും മാനസികമായിട്ട് ഓൾറെഡി തകർന്നു കഴിഞ്ഞു. ഇനി ഒരു ബുദ്ധി അങ്ങനെ പ്രവർത്തിക്കില്ല. വലിയ തിരിച്ചുവരൊന്നും ഇനി നമ്മൾ പ്രതീക്ഷിക്കണ്ട. ഓക്കെ, ഗൗതമനെ വേണമെങ്കിൽ മോൾ ആ ഗണത്തിൽപ്പെടുത്തിക്കോ. കഴിവും ആത്മാർത്ഥതയുള്ളവനാണെങ്കിലും ചിലപ്പോ ഇപ്പൊ ഏറ്റ തിരിച്ചടികളിൽ തളർന്നു പോയേക്കാം. അവന്റെ തകർച്ചയ്ക്കും അത് കാരണമായേക്കാം. പക്ഷേ ശിവാനി, കൂടെയുള്ളവളുണ്ടല്ലോ നിധി, അവളെ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു പോകരുത്. വെറും കല്ലിനെ തനി തങ്കമാക്കി മാറ്റാൻ കഴിവുള്ളവളാണ് നിധി. ഇനി ഗൗതമന്റെ ശക്തി പോലും നിധിയായിരിക്കും. തളർന്നിരിക്കുന്ന ഗൗതമനെ ഗീതോപദേശം നടത്തി കരുത്തനാക്കാൻ അവൾക്ക് കഴിയും. അതിനെയാണ് ഞാൻ ഭയക്കുന്നത്. ആ ഒരു പോയിന്റിലാണ് ഗൗതമന് മടങ്ങി വരാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തല പൊക്കരുതവര്. എവിടെ പോയ അഭയം തേടിയാലും അത് ഞാൻ കൃത്യമായിട്ട് കണ്ടുപിടിച്ച് അങ്കിളിനെ അറിയിച്ചിരിക്കും. എത്രയാ 70. ശരിയെന്നാ. ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും ഗൗതം വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങി വരുന്നത്, അത് ഓട്ടോയില്. എന്ത് തോന്നുന്നു ഗൗതമിനിപ്പോ? എന്ത് തോന്നുന്നു ചോദിച്ചാ സന്തോഷമൊന്നല്ല, ഇതൊരു വല്ലാത്ത എനർജിയാ. ഒരു ലക്ഷ്യത്തിലേക്ക് കുതിക്കുന്നതിന് വേണ്ടി ആദ്യ ചൂടുകൾ എടുത്തു വെക്കുമ്പോഴുള്ള ഒരു ഉത്സാഹമില്ലേ, അതാ ഇപ്പൊ തോന്നുന്നേ. ആ, അടുത്ത പരിപാടി എന്താണെന്നറിയോ? എന്താ? നമ്മൾ വേഗം പോയി ഡ്രസ്സൊക്കെ മാറുന്നു, എന്നിട്ട് നമ്മുടെ പാലുകാച്ചൽ ചടങ്ങ്. ആഹാ, പാലുകാച്ചൽ ചടങ്ങൊക്കെ ഉണ്ടോ? ആ, പിന്നില്ലാതെ. നമ്മുടെ പുതിയ വീട്ടിലെ ജീവിതം തുടങ്ങുകയല്ലേ, പാല് കാച്ചിക്കൊണ്ട് തന്നെ തുടങ്ങാം. വാ. ഇത് ഞാൻ എടുക്കാം. ഒന്നുമില്ല. നിധി, പാല് പാലേ തിളച്ചു പൊങ്ങി തൂവണമെന്നാ പറയാറ്. എന്നുവെച്ചാ തൂവി ഒന്നും അറിയില്ല എന്റെ ഭർത്താവിന്.
ഇതിനാണ് പാല് തിളച്ച് തൂവാന്ന് പറയുന്നത്. കണ്ടോ? ഏ? നിധി, നമുക്ക് ഈ പാലുകൊണ്ട് കോഫി ഇട്ട് കുടിച്ചാലോ? അയ്യോ, ഇതുകൊണ്ട് കോഫി ഒന്നും ഇടാൻ പാടില്ലല്ലോ മണ്ടൂസേ. ആദ്യം ഒരു ഗ്ലാസ് പാല് ദൈവത്തിന്റെ മുമ്പിൽ വെച്ച് പ്രാർത്ഥിക്കണം. പിന്നെ ബാക്കിയുള്ളത് കൊണ്ട് പായസം വെക്കോ, പഴവും പഞ്ചസാരയായിട്ട് കഴിക്കോ, എന്ത് വേണേലും ചെയ്യാം. ആഹാ, എന്നാ നമുക്ക് ദൈവത്തിന് മുമ്പിൽ കൊണ്ട് പാല് വെക്കാം. എന്താ? ഞാൻ പാലെടുക്കട്ടെ. ഗൗതം, നമ്മുടെ ചെറിയ പൂജാമുറി ഇല്ല, അതൊന്ന് സെറ്റാക്ക്. സെറ്റ്. നിധി, ഇനി പാല് വെച്ച് വിളക്കൊടുത്ത്. ദൈവങ്ങളെ, ഞങ്ങളൊരു പുതിയ ജീവിതം തുടങ്ങാൻ പോവാണ്. സൗഭാഗ്യങ്ങളുടെ നടുവിൽ നിന്ന് ഗൗതം ഈ അവസ്ഥയിലെത്തിയത്. ഇനിയെങ്കിലും ആ മനസ്സ് വേദനിക്കാതെ കാത്തോളണേ. എന്നോടുള്ള സ്നേഹം കൊണ്ട് നിധി എന്നോടൊപ്പം ഇറങ്ങി തിരിച്ചത്. ഇനി ഒരിക്കലും ആ കണ്ണുകൾ നിറയാൻ ഇടവരുത്തല്ലേ ഭഗവാനെ. ആ, ഇനി എന്താ പരിപാടി? പറ, ഇനി എന്താ പരിപാടി? നമുക്ക് ഒന്ന് പുറത്തു പോയാലോ? പുറത്തോ? എന്തിന്? സത്യം പറഞ്ഞാൽ നല്ല വിശപ്പ്. നമുക്ക് ഏതെങ്കിലും നല്ല ഹോട്ടലിൽ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വന്നാലോ? നല്ല ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഉണ്ടാക്കി തന്നാ പോരെ? അതൊക്കെ പിന്നെ. നിന്റെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആകുമ്പോഴേക്കും ഞാൻ വിശന്ന് ചാവും. ഗൗതമിനി മുണ്ടും ഷർട്ടും മാറ്റാൻ എത്ര സമയമെടുക്കും? അതൊരു 1, 2, 5 മിനിറ്റ്. ഒരു 2 മിനിറ്റ് തരും ഞാൻ. അപ്പോഴേക്കും ഡൈനിങ് ഹാളിലെത്തണം. അപ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാവും. 2 മിനിറ്റിൽ ബ്രേക്ക്ഫാസ്റ്റോ? അതെങ്ങനെ?